തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ ഇളവ് തേടി ചീഫ് സെക്രട്ടറി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി. 45 പദ്ധതികൾക്ക് അനുമതി തേടി നേരത്തെ കത്ത് നൽകിയിരുന്നു. ഇത് പരിഗണിക്കാത്തതിനാലാണ് വീണ്ടും കത്ത് നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി ആർ രാജീവ് ചേരുന്നുണ്ട്. രാജീവ്, എന്താണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിലാണ് ചീഫ് സെക്രട്ടറി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ ഇളവ് തേക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിരിക്കുന്നത്. നേരത്തെ 45 പദ്ധതികൾക്ക് അനുമതി തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചീഫ് സെക്രട്ടറി കത്ത് നൽകിയിരുന്നു. പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ആരോഗ്യ മേഖലയിലും അതുപോലെ തന്നെ സ്കൂളുകളുമായി ബന്ധപ്പെട്ടും ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കേണ്ടതായുണ്ട്. ജൂണിൽ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ചില അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതായുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുൾപ്പെടെ 45 പദ്ധതികൾക്ക് അനുമതി നൽകണമെന്ന ആവശ്യമായിരുന്നു ചീഫ് സെക്രട്ടറി മുന്നോട്ട് വെച്ചിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആദ്യം കത്ത് നൽകിയത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കത്ത് പരിഗണിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ മൊത്തത്തിൽ ഇളവ് വേണമെന്ന ആവശ്യവുമായി ചീഫ് സെക്രട്ടറി വീണ്ടും കത്ത് നൽകിയിരിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇളവ് ലഭിച്ചില്ലെങ്കിൽ കൂടുതൽ ഭരണപരമായ പ്രതിസന്ധി ഉണ്ടാകുമെന്നും ചീഫ് സെക്രട്ടറി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല, നാളെ മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ടെങ്കിലും മറ്റു വിഷയങ്ങൾ പരിഗണിക്കാൻ കഴിയില്ല. കാരണം നിർണായകമായ പല തീരുമാനങ്ങളും എടുക്കണമെങ്കിൽ ഈ പെരുമാറ്റച്ചട്ടത്തിൽ ഇളവ് വേണം. അത്തരം തീരുമാനങ്ങളിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെരുമാറ്റച്ചട്ടത്തിൽ ഇളവ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് വീണ്ടും ചീഫ് സെക്രട്ടറി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിരിക്കുന്നത്. അതേസമയം തന്നെ ഒരു സംസ്ഥാനത്തിന്റെ ആവശ്യം മാത്രമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കുമോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. ഏതായാലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാവും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുമെന്ന് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരിന് അറിയാമായിരുന്നു. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേരത്തെ പണം അനുവദിച്ചില്ല എന്ന ചോദ്യം ഉയരുന്നുണ്ട്. നമുക്കറിയാം, ഈ ക്ഷേമ പെൻഷനുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപ് 2 മാസത്തെ പെൻഷൻ അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. രാഷ്ട്രീയമായി തന്നെയാണ് ഇത്തരത്തിൽ ഉത്തരവിറക്കിയതെന്ന ആരോപണവും പരാതിയും ഒക്കെ ഉയർന്നു വന്നതാണ്. പക്ഷേ അതിനെല്ലാം അന്ന് സർക്കാർ തള്ളിക്കളയുകയായിരുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ജൂണിൽ സ്കൂളുകൾ തുറക്കണമെന്ന് സർക്കാരിന് അറിയാം എങ്കിൽ എന്തുകൊണ്ട് മുൻകൂട്ടി ഇതുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾക്ക് പണം അനുവദിച്ചില്ല എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ വളരെ പ്രസക്തമായി വരുന്നുണ്ട്. ഇക്കാര്യം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരിനോട് ചോദിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല, ഒരു സംസ്ഥാനത്തിന് മാത്രമായി പ്രത്യേകമായി ഇളവ് നൽകാൻ കഴിയുമോ എന്ന കാര്യവും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഏതായാലും 45 പദ്ധതികൾക്കാണ് ആദ്യഘട്ടത്തിൽ ഇളവ് ചീഫ് സെക്രട്ടറി ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ ഇളവുകൾ നൽകണമെന്ന ആവശ്യം കൂടിയാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. രാജീവ്, ഈ 45 പദ്ധതികളിൽ എന്തെങ്കിലും അടിയന്തര പ്രാധാന്യമുള്ള പദ്ധതികളുണ്ടോ? ദൃശ്യക്കാരി ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഈ സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുമാണ് നിലവിലിപ്പോൾ ചീഫ് സെക്രട്ടറി പദ്ധതികൾ സമർപ്പിച്ചിരിക്കുന്നത്. കാരണം സ്കൂളുകൾ തുറക്കുന്ന അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തിയാക്കണം എന്ന ആവശ്യം ചീഫ് സെക്രട്ടറി മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഈ കരാറുകൾക്കുൾപ്പെടെ പണം നൽകണമെങ്കിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ ഇളവ് ആവശ്യമാണ്. അത്തരമൊരു ആവശ്യമാണ് നിലവിൽ ചീഫ് സെക്രട്ടറി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മാത്രമല്ല, ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഈ മഴക്കാലപൂർവ്വ ശുചീകരണത്തിനുൾപ്പെടെ പണം കണ്ടെത്തേണ്ടതായുണ്ട്, പണം അനുവദിക്കേണ്ടതായുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾക്കും ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചീഫ് സെക്രട്ടറി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആദ്യം കത്ത് നൽകിയിരുന്നത്. എന്നാൽ ഈ കത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ ആകെ ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരിക്കുന്നത്. ആർ രാജീവാണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ ഇളവ് തേടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് രാജീവ് തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.